ഈ ചെറുക്കൻ പറയുന്നത് പോലെ തന്നെ അച്ഛൻ നടന്നു വന്നു അതിനകത്തിരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷേ നടക്കാനുള്ള സാധ്യതയില്ല. കാര്യം 2 വർഷമായിട്ട് ഇയാൾ കിടപ്പ് രോഗിയാണ്. നടക്കാൻ വയ്യാത്ത ഒരാളെങ്ങനെ നടന്നു വന്നതിനകത്തിരിക്കും? അതൊക്കെ കൊണ്ടാണ് നാട്ടുകാർക്ക് ഈ ദുരന്തം. രാത്രി കാലങ്ങളിലാണ് പൂജയും മറ്റും നടക്കുന്നതെന്നാണ് എൻ്റെ അച്ഛൻ പറയാറുണ്ട്. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ പറയാറുണ്ട് ഇവിടെ 12 മണിക്ക് ശേഷമാണ് ഇവന് പൂജയെന്ന്. എന്നാൽ അച്ഛൻ ഇവനെന്ന് അങ്ങ് അച്ഛൻ അഭിസംബോധന ഞാനും പറഞ്ഞതല്ല, അച്ഛൻ പറഞ്ഞതാണ് പറഞ്ഞത്. ഞാനത് സ്വാമി നമ്മുടെ പ്രായത്തിൽ മൂത്ത ആളായതുകൊണ്ട് നമ്മൾ ഇടാന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ പുള്ളിക്കാരന് അച്ഛൻ പറയാറുണ്ട് അയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന്. പിന്നെ ഭയങ്കര ഈ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ രാവിലെയാണ്. പിന്നെ കുറേ കാലം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി വരാറുണ്ടല്ലോ. അപ്പോൾ കുടുംബ വീട്ടിൽ ഞാൻ ആഴ്ചോറും വരും. അപ്പോൾ വരാറുള്ളപ്പോൾ പിന്നെ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാലം കൊണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, ഇന്നലെ മെനിഞ്ഞാന്നാണ് അറിഞ്ഞത്, പുള്ളിക്കാരൻ കുറേ കാലം കൊണ്ട് കിടപ്പിലായിരുന്നുകൊണ്ട് ആ കിടക്കയിൽ തന്നെയാണ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന്. തൊട്ടടുത്ത എൻ്റെ അയൽവാസി പറയാറുണ്ട്, വിശ്വംഭരൻ എന്നാൾ പറയുന്നുണ്ട്. പിന്നെ അയാൾ രാത്രി കിടന്ന് ഇവർ തള്ളയും മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്നതായിട്ട് രാത്രിയിൽ. അതായത് അച്ഛൻ്റെ മൂത്രം ഒഴിച്ച് അമ്മ തുണി മാറ്റണ്ട, അവിടെ കിടക്കട്ടെ എന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ എണീറ്റ് നടന്നു വന്ന് ആ ഒരു സമാധി പീഠ ഉണ്ടാക്കിയിരിക്കുന്ന അകത്ത് കയറി ഇരുന്നു. അവൻ്റെ അച്ഛൻ്റെ ആത്മാവ് നേരെ മേളിലോട്ട് പോകുന്നത് അവൻ്റെ ആ ദൃഷ്ടിയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് ഒരു ഇതുണ്ടാവില്ലേ? ഈ കാലത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാർക്കെല്ലാം ആ ഒരു പരിവവും ഒരു ഇതുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ജനങ്ങളെല്ലാം ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നും കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അതിന് മറ്റു ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ, അത് നാട്ടുകാരെ കൂടെ സംബന്ധിച്ചാണല്ലോ അതെല്ലാം ചെയ്യേണ്ടത്. അതെ അത് നാട്ടുകാരെ അല്ലെങ്കിൽ ഒരു വീട്ടുകാരെങ്കിലും അവരെ അറിയിച്ചിട്ട് എൻ്റെ അച്ഛൻ അത് അവരുടെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസത്തെ ആരും ചൂഷണം ചെയ്യാൻ പാടില്ല. അവരെ വിശ്വാസത്തിൽ അവർ നടന്നു പിന്നെ ചെയ്തോട്ടെ. ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, നിങ്ങളെ ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അത് നിങ്ങൾ അതിൻ്റെ കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഇവിടെ ആർക്കും അവരുടെ ബന്ധുക്കാർ പോലും അറിഞ്ഞിട്ടില്ല. അടുത്ത ബന്ധുക്കൾ ഈ 4 ചുറ്റും ഈ കാടാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം വീടുകളുണ്ട്. ആ വീടിനകത്തുള്ള ആൾക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ നാട്ടുകാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരു പരിഭവം. അത് എന്താണെന്നുള്ള കാര്യം അറിയണം. തീർച്ചയായും നിരവധി ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിൽ ബാക്കി കിടക്കുന്നുണ്ട്. എന്താണ് ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത്? വഴിമുക്കിൽ എന്തൊക്കെ ആഭിചാര ക്രിയകൾ നടന്നിട്ടുണ്ട്? ഇതിൻ്റെ ചുരുളഴിക്കണമെങ്കിൽ കൂടുതൽ പോലീസ് അന്വേഷണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. ആ കൗതുകത്തിൽ തന്നെയാണ് വഴിമുക്കിലെ നാട്ടുകാരും. രാജീവ് രാജേന്ദ്രനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.